അങ്ങനെ ദേ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമായി പൊന്നു ദേ വലിയൊരു ഉടുപ്പിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനും സാധാരണ പള്ളിയിൽ പോകുന്ന പോലെയൊക്കെ റെഡിയായി വന്നു. ഞങ്ങൾ ദേ പതുക്കെ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും അനിയത്തി അമ്മേനെയും മോനെയും കൊണ്ടുപോയി പള്ളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഏകദേശം പള്ളിയുടെ അടുത്ത് വെച്ച് ഇറക്കി വിട്ടിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേ അമ്മ വീട്ടിൽ നിന്ന് അമ്മ പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളും അമ്മ വീട്ടുകാരും ഒക്കെ ഒരേ ഇടവകയാണ് കേട്ടോ. അങ്ങനെ ദേ നടന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ദേ വടി പോലെ നടന്ന് കാണിക്കണതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ദേ പള്ളിയിലെത്തിയപ്പോൾ ജസ്റ്റ് കുർബാന തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. പിന്നെ ദേ കുർബാന കഴിഞ്ഞ് ലേലവിളിയുടെ സമയത്ത് മോൻ്റെയും ചേച്ചിയുടെയും സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ സ്ഥിരം പോലെ കുരിശിങ്ങിലേക്ക് ഇന്നലെ പോയ അതേ കുരിശിങ്ങിലേക്ക് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ തന്നെ കൂടി ഞങ്ങളുടെ പരദൂഷണം പറച്ചിലും വിശേഷം പറച്ചിലും ഒന്നും കഴിയാത്തത് കൊണ്ട് ഞങ്ങളും 3 പേരും ഇന്നും ഒരുമിച്ച് തന്നെയാട്ടോ നിന്നത്. ആകെ ഈ പ്രദക്ഷിണം പോകുന്ന സമയം മാത്രമല്ലേ നമുക്കുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ നല്ല വെയിലായതുകൊണ്ട് ഒരു കുടയൊക്കെ എടുത്ത് ഞങ്ങൾ സേഫായിട്ട് ഇറങ്ങി. ഇവിടുന്ന് അവിടം വരെ കുറേ കുറ്റവും വിശേഷവും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ എത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മുടിപ്പിക്കലിൻ്റെ സമയമായി. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമുക്ക് നേർച്ച സദ്യ ഉണ്ടായി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ മോനെ എടുത്തിട്ട് അവൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടിട്ട് അതെടുത്ത് കൈ പിടിച്ച് വേറെ എന്ത് കാണിച്ചാലും നോനോ എന്ന് പറയുമായിരുന്നു. പിന്നെ മമ്മിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അലുവയും കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പച്ചനെ കാണിച്ചു കൊടുക്കുക മേടിച്ച സാധനങ്ങളെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇക്കൊല്ലത്തെ പെരുന്നാളും കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.